നിങ്ങൾ ഇതുവരെ ജീരകദോശ കഴിച്ചിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റ് ആണ്. ഇന്നത്തെ ഷെയ്ബ കിച്ചണിലെ റെസിപ്പി ജീരകദോശയാണ്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ അതിനായിട്ട് ഞാനിത് അരി ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കൈയൊന്ന് കൊത്തി കഴിഞ്ഞാലുള്ള ആ ഒരു ചൂട് മതി വെള്ളത്തിന്. അപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പുഴുങ്ങലരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് പുഴുങ്ങലരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 കപ്പ് പച്ചരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും സെയിം അളവായിരിക്കണം. ഇതിലേക്ക് നമ്മളിതാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് കുതിർത്ത് വെക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ഏകദേശം ഒരു 8 മണിക്കൂറോളായി ഞാനിത് കുതിർത്ത് വെച്ചിട്ട്. ഇനി നമ്മളിതാ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മുറി തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം.